ഇടുക്കി ഡാം കാണാൻ ഇറങ്ങിയതാണ്. ഡാമിന് മുകളിലൂടെ ബാറ്ററി കാറിൽ സഞ്ചരിച്ച് എല്ലാം ഒന്ന് ചുറ്റി നടന്ന് കാണണം. അർദ്ധവൃത്താകൃതിയിലുള്ള ഈ കിണർ കണ്ടോ? തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിലാണ്. റോഡിന് വീതി കൂട്ടിയിട്ടും ഈ കിണറിനെ പൊതുമരാമത്ത് വകുപ്പ് സംരക്ഷിച്ചു വരുന്നു. ഇതിലെ ജലം ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. അതിനാൽ കിണറിനകം കാട് പിടിച്ചു കിടക്കുന്നു. ഈ വഴിയിലുള്ള പ്രശസ്തമായ വ്യൂ പോയിൻ്റാണ് നാടുകാണി പവലിയൻ. മറ്റൊരു നാടുകാണി ചുരമുണ്ട് മലപ്പുറം ജില്ലയിലെ വഴിക്കടവിന് സമീപം നിലമ്പൂർ ഗൂഡല്ലൂർ സംസ്ഥാന പാതയിൽ. ഇത് രണ്ടും രണ്ടാണേ, തെറ്റിദ്ധാരണ വേണ്ട. നാടുകാണി പവലിയനിലേക്ക്, ഈ ഭാഗത്തുള്ള ഏറ്റവും ഉയരം കൂടിയ മലയുടെ മുകളിലേക്ക്, ഇടുക്കിയിലേക്ക് സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരുടെ ഇടത്താവളം. പ്രിയ സുഹൃത്തുക്കളെ, പ്രയാണത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ പ്രവേശനം ഫ്രീ അല്ല. ഒരാൾക്ക് 25 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. കാണാൻ ഭംഗിയുണ്ട്. മലയുടെ ഏറ്റവും മുകളിൽ ഒരു കെട്ടിടം, വാച്ച് ടവർ ആയിരിക്കാം. വരുന്ന വഴിയിൽ കാറോടിച്ച് വന്ന വഴി എനിക്ക് സംശയം തോന്നി. ഇടുക്കി ഡാമിലേക്കുള്ള വഴിയാണോ എന്നറിയാൻ ഗൂഗിൾ മാപ്പിൽ ഒന്ന് പരിശോധിച്ചു. അപ്പോഴാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് ഇടുക്കി ഡാം 8 കിലോമീറ്റർ ക്ലോസ്ഡ് എന്ന്. സംശയം കാരണം കാർ നിർത്തി വീണ്ടും പരിശോധിച്ചപ്പോൾ അറിയുന്നു ബുധനാഴ്ച ദിവസം ഇടുക്കി ഡാമിൽ സന്ദർശകർക്ക് പ്രവേശനം ഇല്ല എന്ന്. നിരാശ എന്ന് പറഞ്ഞാൽ ഇതിൽ പരം എന്താകാൻ. നിരാശയുടെ പരകോടിയിൽ വീണ്ടും കാറ് സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട്. വളരെ വിശാലമാണല്ലോ, ഇരിക്കാനും സൗകര്യമുണ്ട്. ഇവിടെ നിന്നാൽ മൂലമറ്റം എന്ന ചെറു ഗ്രാമത്തിൻ്റെ ദൂരക്കാഴ്ച, പേരറിയാത്ത ധാരാളം മലനിരകൾ. മൂലമറ്റം പവർ ഹൗസിൻ്റെ മുകൾ ഭാഗമാണ് വലിയ ഒറ്റ നിർമ്മിതിയായി കാണുന്നത്. 5 നിലയുള്ള ഒരു കെട്ടിടമാണ് ഇവിടെ ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് അറിയുന്നു. കുട്ടികൾക്കായുള്ള ഒരു ചെറിയ പാർക്കും ഇവിടെയുണ്ട്. ഇത്രയൊക്കെ ഇവിടെ കാണാനുള്ളൂ. എന്തായാലും ഇനി ഇടുക്കി ഡാമിലേക്ക് പോകാം. നട്ടുച്ച നേരം, നല്ല വിശപ്പ്. ദേവികുളം എത്താറായപ്പോൾ മുതൽ ഒരു ബോർഡ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, ഹിൽ വ്യൂ പാർക്ക്. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ പൈനാവ് വെള്ളപ്പാറ കൊലുമ്പൻ സമാധിക്ക് മുൻപിൽ നിന്ന് ചെറുതോണി അണക്കെട്ടിലേക്ക് പോകുന്ന വഴിയിൽ എതിർവശത്താണ് ഈ ഹിൽ വ്യൂ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പാർക്കിലേക്ക് പ്രവേശിക്കുന്ന ടിക്കറ്റ് കൗണ്ടറിന് മുമ്പിലെത്തി. ഒരാൾക്ക് 25 രൂപ ടിക്കറ്റ് എടുക്കണം. ഞാനും ടിക്കറ്റ് എടുത്ത് മുമ്പോട്ട്. അകത്ത് വലതുവശത്തായി ചായ, കാപ്പി, പലഹാരങ്ങൾ, നൂഡിൽസ് എന്നിവ വിൽക്കുന്ന ഒരു ചെറിയ കട. അവിടുന്ന് ഒരു കാപ്പി കുടിച്ചിട്ട് മുമ്പോട്ട്. ആഹാ, മനുഷ്യ മനസ്സിനെ മയക്കുന്ന അന്തരീക്ഷം. പ്രകൃതി സ്നേഹികളെ കൊതിപ്പിക്കുന്ന വിധത്തിൽ DTPC ആണ് ഈ ഹിൽ വ്യൂ പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. ടിക്കറ്റ് പരിശോധിച്ച് അകത്തേക്ക് വിടുന്ന സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചപ്പോൾ ഇടുക്കി ആർച്ച് ഡാമും ചെറുതോണി ഡാമും ഈ പാർക്കിൻ്റെ ഏറ്റവും മുകളിലെ വാച്ച് ടവറിൽ നിന്നാൽ കാണാൻ സാധിക്കുമെന്നറിഞ്ഞു. ലഡു പൊട്ടിയില്ലെങ്കിലും അങ്ങനെയെങ്കിലും ആർച്ച് ഡാമിനെ കണ്ടാൽ മതി എന്ന അവസ്ഥയിലായിരുന്നു. ധാരാളം സന്ദർശകർ ഉണ്ടായിരുന്നു. ഇവിടെ കണ്ട് സംസാരിച്ച എല്ലാവരും എൻ്റെ അവസ്ഥയിലുള്ളവരായിരുന്നു. ഇടുക്കി ഡാം കാണാൻ പുറപ്പെട്ടവർ, ചിലർ ഡാമിൻ്റെ പ്രവേശന കവാടത്തിൽ വരെ പോയി തിരികെ വന്നവർ. ഈ മലയും ചുറ്റുപാടുകളും ചേർന്നാൽ ഒരു 5 അല്ലെങ്കിൽ 8 ഏക്കർ സ്ഥലമുണ്ടാകുമെന്ന് തോന്നുന്നു. ഡാമിലേക്ക് ഇറങ്ങാൻ സാധിക്കില്ല എങ്കിലും ഡാമിൽ നിന്ന് 500 മീറ്ററിൽ താഴെ ദൂരം. സെക്യൂരിറ്റി ജീവനക്കാർ ഓരോ സന്ദർശകരെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു.
എന്തെങ്കിലും അപകടകരമായ സാഹചര്യം ഉണ്ടായാൽ അടുത്തങ്ങ് ഒരു ആശുപത്രി പോലും ഇല്ല. സമുദ്രനിരപ്പിൽ നിന്നും ഉദ്ദേശം 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാർക്ക്. അവിടെ നിന്നാൽ ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇടുക്കി ജലാശയത്തിൻ്റെ മനോഹരമായ ദൂരക്കാഴ്ച. ഏറ്റവും മുകളിലുള്ള വാച്ച് ടവറിൽ കയറുന്നതിന് മുമ്പ് തന്നെ ചിൽഡ്രൻസ് പാർക്കിൽ നിന്നാലേ ആർച്ച് ഡാമിൻ്റെയും ഭാഗികമായി ചെറുതോണി ഡാമിൻ്റെയും ഭംഗി ആസ്വദിക്കാൻ സാധിക്കും. ഒരു പിക്നിക് സ്പോട്ട് മാത്രമല്ല, സന്ദർശകർക്ക് താമസിക്കാൻ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ KTDC നടത്തുന്ന അതിഥി മന്ദിരങ്ങളും ഇവിടെ ലഭ്യമാണ്. ഫോട്ടോഗ്രാഫിയിൽ കമ്പമുള്ളവർക്ക് ഒരു സ്വർഗരാജ്യമാണിവിടെ. എല്ലാ സഞ്ചാരികളും കയ്യിലുള്ള മൊബൈൽ ക്യാമറയിൽ കൂടെയുള്ള കുടുംബാംഗങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കളുടെ ഫോട്ടോകളും വീഡിയോകളും വിവിധ ദിശയിൽ നിന്നും എടുക്കുന്നു. ആർച്ച് ഡാമിൻ്റെ കാഴ്ച പിന്നണിയിൽ വരുന്ന വിധത്തിൽ ഫോട്ടോ എടുക്കാനായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ. വളരെ നന്നായിട്ട് പരിപാലിക്കുന്ന ഒരു പാർക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. പച്ചപ്പ് നിറഞ്ഞ ഈ കുന്നിൻ മുകളിൽ ഒരു ചെറിയ തടാകം, അതിൽ ധാരാളം മത്സ്യക്കുഞ്ഞുങ്ങൾ. ചിലർ അതിൻ്റെ അരികിലിരുന്ന് വെള്ളത്തിൽ കാല് മുക്കി വെച്ചിരിക്കുന്നു. ധാരാളം മത്സ്യങ്ങൾ കാലിന് ചുറ്റും കൊത്തുന്നു. കാശുമുടക്കില്ലാതെ ഒരു ഫിഷ് സ്പായിൽ എന്ന പോലെ സഞ്ചാരികൾ അത് ആസ്വദിക്കുന്നു. വാഴത്തോപ്പ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ സാഹസികരായ സഞ്ചാരികളെ കാത്ത് ബർമ ബ്രിഡ്ജ്, സ്കൈ സൈക്ലിംഗ്, സിപ്പ് ലൈൻ തുടങ്ങിയ വിനോദസഞ്ചാര ഉപാധികൾ. ഓരോന്നിനും പ്രത്യേക ചാർജ്. കുട്ടികൾക്കായി പ്രത്യേക കളിസ്ഥലങ്ങൾ. പെരിയാർ നദിക്ക് കുറുകെ 2 ഗ്രാനൈറ്റ് മലകളെ, കുറവൻ മലയെയും കുറത്തിമലയെയും ബന്ധിപ്പിച്ച് ഇന്ത്യയും കാനഡയും സംയുക്തമായി നിർമ്മിച്ച കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ ആർച്ച് ഡാം 1976 ഫെബ്രുവരി 17 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ്
ഉദ്ഘാടനം നിർവഹിച്ചത്. 1200 അടി നീളവും 25 അടി വീതിയുമുള്ള ഷട്ടറുകളില്ലാത്ത ആർച്ച് ഡാം തടഞ്ഞു നിർത്തിയിരിക്കുന്ന ജലം ടണലുകളിലൂടെ 43 കിലോമീറ്റർ ദൂരെയുള്ള മൂലമറ്റം പവർ ഹൗസിലേക്ക്. ദൂരക്കാഴ്ചയിൽ ശാന്തം സുന്ദരം, എന്നാൽ ഭീകരം. 1,60,000 ക്യൂബിക് ഫീറ്റ് വെള്ളം സംഭരിച്ചു വച്ചിരിക്കുന്ന ഡാം. ജലം തുറന്നുവിടേണ്ട സാഹചര്യം ഉണ്ടായാൽ മാത്രം ഈ ഡാമിൻ്റെ മറ്റു ചെറു ഡാമുകളായ ചെറുതോണി ഡാമും 33 കിലോമീറ്റർ ദൂരെയുള്ള കുളമാവ് ഡാമും തുറക്കപ്പെടും. പറഞ്ഞു കേട്ടതിനേക്കാൾ ഭയാനകം നേരിൽ കാണുമ്പോൾ. അടുത്ത വരവിന് ബുധനാഴ്ച അല്ലാത്ത ദിവസം ഡാമിനെ അടുത്ത് കാണണം, ഡാമിന് മുകളിലൂടെ സഞ്ചരിക്കണം എന്ന ആഗ്രഹത്തോടെ തൽക്കാലം മടങ്ങുന്നു. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ. ഈ കാണുന്നതാണ് ചെറുതോണിയിലെ പഴയ പാലം. കഴിഞ്ഞ പ്രാവശ്യം ചെറുതോണി ഡാം തുറന്നുവിട്ടപ്പോൾ ഈ പാലത്തിന് മുകളിലൂടെയാണ് വെള്ളം ഒഴുകിയത്. തൊട്ടടുത്ത് തന്നെ നമ്മൾ ഈ കാണുന്നത് ചെറുതോണിയിലെ പഴയ പാലത്തിന് അടുത്തുള്ള പുതിയ പാലം. വളരെ ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ല ബലവത്തായ പാലം. വെള്ളപ്പൊക്കമൊന്നും ഒരു പ്രശ്നവുമല്ല. എന്തായാലും റോഡിനും വീതിയായി വലിയ പാലവും വന്നു.